ഇത്രയും മോശമായിട്ടൊക്കെ ഒരാൾ എങ്ങനെയാണ് സംസാരിക്കുന്ന ശരീരം കാണിച്ചുകൊണ്ട് ഒക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് പറയുക? ഇപ്പം നമസ്കാരം. ലീഗ് നേതാവ് ഇർഷാദ് കായംകുളം MLA യു പ്രതിഭയെ വളരെ മോശമാക്കി സംസാരിച്ചു. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അടവ് കൊണ്ടും അതൊക്കെ തന്നെ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന വെച്ചുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. ഒരു സ്ത്രീയോടും ഒരു പുരുഷനോടും നിന്റെ ശരീരം വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടാണോ നീ നിന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതെന്നോ നീ നിന്റെ ജോലിയിൽ ഉയർന്ന പടികളിലേക്ക് കയറുന്നതെന്നോ ആരും ചോദിച്ചുകൂടാ. ഒരു പുരുഷനോടും സ്ത്രീയോടും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. അത് അങ്ങേയറ്റത്തെ ചെറ്റത്തരമാണ്. ഇപ്പൊ ചെറ്റത്തരം എന്നുള്ള ഒരു വാക്കും ഉപയോഗിക്കാൻ നിവൃത്തിയില്ല വേണ്ട സ്ഥലങ്ങളിൽ. കാരണം ആ വാക്കിന്റെ കനം പോയി. ഇവിടുത്തെ മുഖ്യദാസൻ ചെറ്റത്തരം എന്നുള്ള വാക്കിന് തീവ്രത തീരെ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ഒരു പോക്രിത്തരമാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ സമയത്ത് ഈ യു പ്രതിഭയെ സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞ ആളാണ് ഞാൻ ഇന്നലെ. അതിനുശേഷമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വിതുമ്പുന്നതും പിന്നെ LDFന്റെ സ്ത്രീപക്ഷത്തുള്ള കുറെ ആളുകളൊക്കെ ഇറങ്ങി തിരിച്ച് ഞങ്ങൾ ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, ശ്രീമതി ടീച്ചർ, സുജാത ചേച്ചി ഇവരൊക്കെ പറയുന്നത് കേട്ടു. അത് സ്ത്രീത്വത്തിന് നേരെയുള്ള വലിയ രീതിയിലുള്ള അധിക്ഷേപമാണ്, ഇതിനോട് നിശബ്ദത പാലിക്കാനേ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ വിപ്ലവത്തിന് ഒരുങ്ങുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഒന്നാമത്തെ കാര്യം, ഏത് സ്ത്രീക്കാണോ അതൊരു അപമാനമായിട്ട് തോന്നുന്നത് ആ സ്ത്രീ വ്യക്തിപരമായിട്ടാണ് അതിന് വേണ്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത്. പാർട്ടിയല്ല ഒന്നും പറഞ്ഞിരിക്കുന്നത്, പ്രതിഭ എന്ന വ്യക്തിയെയാണ്, എന്ന സ്ത്രീയെയാണ്. അപ്പൊ അവർക്കത് അപമാനമായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പാർട്ടിയാണിപ്പോൾ ചൂട്ടും കത്തിച്ച് ഇറങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഓർമ്മയിൽ അച്ചു ഉമ്മൻ, ഷാനിമോൾ ഉസ്മാൻ, ആന്തൂർ സാജന്റെ ഭാര്യ രമ്യ ഹരിദാസ്, KK രമ എന്ന് വേണ്ട കുറെ അധികം സ്ത്രീകളെ ഇടതുപക്ഷ നേതാക്കൾ അങ്ങേയറ്റത്തെ വലിയ രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ അധിക്ഷേപിച്ചിട്ടുണ്ട്. അവരാരും കണ്ണുനീരും കൈയുമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് ആ ഒരു സംഭവം മുതലെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവര് എന്തൊരു പ്രശ്നമുണ്ടായാലും അത് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിലും അല്ല ഇത്തിരി ഗൗരവമുള്ളതാണെങ്കിലും അതിനെ എങ്ങനെയെങ്കിലും ഏത് രീതിയിൽ നമുക്ക് മുതലാക്കാം, അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്താണെങ്കിൽ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുന്ന ആളുകളാണ്. അത്തരത്തിൽ ഈ ഒരു സംഭവത്തെ ഉപയോഗിക്കുന്നതിനോട് അങ്ങേയറ്റത്തെ വിയോജിപ്പാണ് എനിക്കുള്ളത്. ഒരു വിവരദോഷിയാണ് അയാൾ. ആ സംസാരിക്കാൻ അറിയാത്തവനാണ്, സംസ്കാരമില്ലാത്തവനാണ്, സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്തവനാണ് ആ ഇർഷാദ് എന്ന് പറയുന്ന ആള്. അതുകൊണ്ടാണ് അയാൾ ആ ഒരു വേദിയിൽ നിന്ന് അങ്ങനെ പറയാൻ ധൈര്യം പോലും കാണിച്ചതും അതിനുശേഷം ഞാൻ പറഞ്ഞതിന്റെ ഗ്രാവിറ്റി മനസ്സിലാകാഞ്ഞിട്ടാണ് നിങ്ങൾക്കത് ദഹിക്കാഞ്ഞത് എന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചതും. അങ്ങേർക്ക് വിവരമില്ല എന്ന് മനസ്സിലായി. എന്താണ് അതിനകത്ത് അദ്ദേഹം ഉദ്ദേശിച്ച വേറൊരർത്ഥം എന്താണ്? വേറെ അർത്ഥമൊന്നും അതിനകത്തില്ല. വാക്ചാതുരി കൊണ്ടും ശരീരത്തിന്റെ അഴകു കൊണ്ടും അത് വിൽപ്പനയ്ക്ക് വെച്ചുമാണ് ഇവരൊക്കെ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. അതിൽ വേദനിക്കാം, ഏതൊരു സ്ത്രീക്കും അതിൽ വേദന തോന്നാം. പക്ഷേ ഈ പ്രതിഭാഹരി ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം, ഇതേ ഡയലോഗ് തന്നെ ഈ പ്രതിഭ ഒരു മാധ്യമ പ്രവർത്തകനോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മറന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇതിൽ ഭേദം ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്, ആണായാലും പെണ്ണായാലും. ഈ പ്രതിഭയുടെ മകന്റെ കഞ്ചാവ് കേസിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വിട്ടപ്പോൾ ഇതിനേക്കാൾ ഭേദം ശരീരം വിറ്റ് ജീവിക്കുന്നതാണ്. അതാണായാലും പെണ്ണായാലും. തെരുവില് ശരീരം വിറ്റ് നടക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്, മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെയൊക്കെ കാലിൽ തൊട്ട് നിങ്ങൾ കാല് കഴുകി വെള്ളം കുടിക്കുക. ഇത്തരം പണിക്ക് പോകുന്നതിന് ശരീരം വിറ്റ് ജീവിക്കുന്നവരുടെ കാല് കഴുകി നിങ്ങൾ വെള്ളം കുടിക്കുക, അതിന് ഇതിനേക്കാൾ മഹത്വമുണ്ട്. അപ്പോൾ ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾ ഈ നാട്ടിലുണ്ട്, പുരുഷന്മാരും ഈ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടാണ് അന്ന് പ്രതിഭ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ആ ഒരു വൈകാരികതയുടെ പുറത്തങ്ങ് പറയുന്നതാവുകയും മറ്റുള്ളവർ തന്നോടത് പറയുമ്പോൾ തനിക്കത് ഫീൽ ചെയ്യുകയും ചെയ്യുന്നത് കാലം തുറന്നു വെക്കുന്ന ഒരു പാഠപുസ്തകമായിട്ട് കരുതിയാൽ മതി. ചില സംഭവങ്ങൾ പറയരുതാത്തത് പറയുമ്പോഴോ ചെയ്യരുതാത്തത് ചെയ്യുമ്പോഴോ അത് ചെയ്തുകൂടാത്തതാണ് എന്ന് കാലം നമ്മളെ പ്രവർത്തികളിലൂടെ പഠിപ്പിക്കും, അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ നമുക്കത് പറഞ്ഞു തരും. അപ്പോൾ ബോധ്യമാകും, അവർക്കന്ന് വേദനിച്ചതുപോലെ തന്നെയാണല്ലോ എനിക്കും ഇപ്പോൾ വേദനിക്കുന്നത്, അല്ലെ? മറ്റൊരാളെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന നമുക്കറിയത്തില്ല. നമുക്കൊരു അടി കിട്ടി കഴിയുമ്പോഴാണ് അയ്യോ ഇതിന് വേദന ഉണ്ടല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ കേൾക്കുമ്പോഴുള്ള ഒരു അപമാനഭാരം, വേദന, അതൊക്കെ അറിയിക്കാൻ കാലത്തിന് സാധിച്ചു എന്ന കാര്യത്തിൽ. ഇതിനുവേണ്ടി മുഖ്യമന്ത്രിയും എല്ലാവരും പടപ്പുറപ്പാട് നടത്തുന്നത് കണ്ടു. സ്ത്രീകളെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് വോട്ട് പിടിക്കുക എന്നുള്ളത് അല്ലെങ്കിലും കോൺഗ്രസ്സുകാരുടെ നേരത്തെ മുതലുള്ള ശീലമാണ്. അങ്ങനൊന്നും ചെയ്യാമെന്ന് കരുതണ്ട, എല്ലാ പിന്തുണയും പ്രതിഭയ്ക്ക് തരുന്നു. അതുപോലെ തന്നെ എല്ലാ ഇടതുപക്ഷ നേതാക്കളും അവരുടെയൊക്കെ ഫേസ്ബുക്കിൽ സഖാവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കൊപ്പം പ്രതിഭയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ല വേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു സ്ത്രീത്വത്തിന്
നേരെ അല്ലെങ്കിൽ ഒരു പുരുഷത്വത്തിന് നേരെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അപമാനമായിട്ടോ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ടോ അതിനെ കണക്കാക്കിയിട്ട് അതിനെ എങ്ങനെയാണോ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ ആ അപമാനം നേരിടുന്ന അപമാനിതയായ വ്യക്തി നേരിടുക എന്നുള്ളതാണ്. ഇവരേതായാലും കഴിവില്ലാത്ത ആളൊന്നുമല്ല, എന്തെങ്കിലും സംസാരിക്കാൻ ശേഷിയില്ലാത്ത ആളൊന്നുമല്ല, ആൾബലമില്ലാത്ത ആളല്ല, നിയമവശങ്ങൾ അറിയാത്ത ആളല്ല, അല്ലെ? അവർ തന്നെ ഒരു നിയമജ്ഞയാണ്. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്? അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവർ മുൻകൈ എടുത്ത് ചെയ്യണം. അല്ലാതെ അതൊരു പാർട്ടി മുതലാക്കലായിട്ട് അത് ചെയ്യുന്നതിനോട് ഒരു കാലത്തും നമുക്ക് യോജിക്കാൻ പറ്റില്ല. അത് ഏത് പാർട്ടിയാണെങ്കിലും വേറെ ഒരു പാർട്ടിയിൽപ്പെട്ട സ്ത്രീകളും ഇത്തരം സംഭവങ്ങൾ എടുത്തുകൊണ്ട്, അതായത് പേഴ്സണലായിട്ട് ഏൽക്കുന്ന വേദനകൾ പോലും ഇലക്ഷന് വേണ്ടി കച്ചവടമാക്കാനുള്ള ഒരു മനോഭാവം ഒരു സ്ത്രീകളും കാണിക്കുന്നത് കണ്ടിട്ടില്ല. അത് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് വിതുമ്പുന്നതിലൂടെ പ്രതിഭാഹരി ഉദ്ദേശിച്ചത് അത് തന്നെയാണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ആരോഗ്യവകുപ്പ് മന്ത്രി കാണിച്ചത് എന്താ? വീണ ജോർജ് കാണിച്ചത് ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ പ്രതിഭാകരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നമുക്കുണ്ടാകുന്ന വ്യക്തിപരമായ വേദനകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, മുതലെടുപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അതിൻ്റെ ഒരു വേദനയുടെ ഒരു ആഴത്തെ കൂടി, ഭാരത്തിനെ കൂടി നിങ്ങൾ അതിലൂടെ ഇല്ലാതാക്കരുത്. അതിനിപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും പാർട്ടി ഭേദമന്യേ എല്ലാവരും അതിനെ ഒരുപോലെ വിമർശിച്ചു, അല്ലെ? അയാളെ ലീഗിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഉടനെ പുറത്താക്കി. കാരണം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ രണ്ടാമത് പറഞ്ഞതിന്റെ ന്യായീകരണം, പറഞ്ഞത് തെറ്റാണ് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണിത്. ഒരു സ്ത്രീയെ നോക്കിയും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, ഇത് പറഞ്ഞു വരുമ്പോഴാണ്, സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഒരു ജോലിക്കും പോകാതെ ഭർത്താവ് കഷ്ടപ്പെടുന്നത് കൊണ്ടുവന്നിരുന്ന് തിന്ന് വീട്ടിൽ കിടന്ന് സുഖിക്കുന്ന ഒരു സ്ത്രീ. അങ്ങനെ ഒരു സ്ത്രീ പറയുന്നത് എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ പെണ്ണുങ്ങൾ രാവിലെ ബാഗും തൂക്കി അങ്ങ് ഇറങ്ങിക്കോളും, അവൾക്കൊന്നും വീട്ടിലിരിക്കാൻ വയ്യ. അവർ വീട്ടിലിരുന്ന് അവരുടെ കുടുംബം പോറ്റാൻ പറ്റത്തില്ല. അവരുടെ വീട്ടിലെ സാഹചര്യം കൊണ്ടായിരിക്കും, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അരി വാങ്ങിക്കാനായിരിക്കും, ഫീസ് അടയ്ക്കാനായിരിക്കും, വീട്ടിലുള്ള രോഗികളായിട്ടുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അവർ രാവിലെ ബാഗും തൂക്കി ഇറങ്ങുന്നത്. അല്ലാതെ ഈ വീട്ടിലിരുന്ന് സുഖിച്ച് കഴിക്കുന്ന ചില സ്ത്രീകളുടെ വിചാരം പോലെ ആണുങ്ങളെ മയക്കാനും ആണുങ്ങളുടെ കൂടെ കിടന്ന് പൈസ ഉണ്ടാക്കാനും വേണ്ടിയല്ല സ്ത്രീകൾ ബാഗും തൂക്കി ഇറങ്ങുന്നത്. ഓരോ രാവിലത്തെ തിരക്കുള്ള ഓർഡിനറി ബസ്സുകളിലൊക്കെ ഒന്ന് കയറി നോക്കണം, ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കും. ഒരു ബാഗ് തൂക്കിയിട്ടുണ്ടായിരിക്കും, അതിൽ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടെങ്കിലുണ്ട്, അവർ രാവിലെ കഴിച്ചെങ്കിൽ കഴിച്ചു, കുളിച്ച് ആ മുടിയൊന്ന് തോർത്താതെ പോലും ബസ്സിൽ കയറി പോകുന്ന സ്ത്രീകളെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഒരു പരിഗണന, ഒരു അംഗീകാരം സമൂഹം കൊടുക്കണം. പ്രത്യേകിച്ച് വിധവകളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്, കുടുംബത്തിന് ആശ്രയമായിട്ട് നിലകൊള്ളുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ കരുത്തായിട്ട് നിൽക്കേണ്ടവരാണ് ബാക്കി സാമൂഹ്യ ജീവികൾ. പക്ഷെ അവരെയൊക്കെ എങ്ങനെ താറടിക്കാം, എങ്ങനെ മോശമാക്കി ചിത്രീകരിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. എങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അവർ ജീവിച്ചു പൊക്കോട്ടെ എന്നാരും പറയില്ല. ഭർത്താവ് മരിച്ചു പോയെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആണുങ്ങളൊന്നും പണി ചെയ്ത് കൊണ്ടുവരാനില്ലെങ്കിൽ എല്ലാവരും കൂടെ അങ്ങ് എന്തെങ്കിലും കഴിച്ച് ചാകുക, അല്ലെങ്കിൽ ശേഷിക്കുന്നവർ വല്ല പിച്ചയെടുത്ത് ജീവിക്കുക, അല്ലെങ്കിൽ വീടാന്തരം നടന്ന് ആരുടെയെങ്കിലുമൊക്കെ എച്ചിൽ വാങ്ങിച്ച് തിന്ന് ജീവിക്കുക. അതാണ് ഇവരുടെ ആഗ്രഹം. ആരും ജോലി ചെയ്ത് ജീവിക്കുന്നതോ നല്ല രീതിയിൽ ജീവിക്കുന്നതോ ഒന്നും ഇവർക്ക് കണ്ടുകൂടാ. അത് തീർത്തും നമ്മളത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുകയേ ചെയ്യരുതാത്ത ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഈ മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് വേലിക്കരികിലൊക്കെ നിന്ന് വിവരദോഷികളായിട്ടുള്ള സ്ത്രീകൾ സംസാരിക്കുന്ന രീതിയിലുള്ള ആ നിലവാരത്തിലുള്ള ഒരു സംഭാഷണമാണ് ഇർഷാദിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവരുടെ മേനിയേട് കാണിച്ചിട്ടാണ്, വാക്ചാതുരി ഉപയോഗിച്ചാണ്. വാക്ചാതുരി ഒരു പരിധി വരെ നമുക്ക് സമ്മതിക്കാം. നാക്കുകൊണ്ട് പിടിച്ച് ഈ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ നാക്ക് അവരുടെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ അവർ എന്നെ ഫീൽഡ് ഔട്ട് ആയെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരാളുടെ ശരീരം കാണിച്ചാണ്, അങ്ങനെ ഒരു കാരണവശാലും പറയരുത്. സിനിമാ നടികളുമൊക്കെ എല്ലാവരും അടച്ച് കേൾക്കുന്ന ഒരു ആക്ഷേപമാണിത്. ഇവളൊക്കെ അവൻ്റെ കൂടെയൊക്കെ പോയത് കൊണ്ടാണ് ഫീൽഡിലൊക്കെ നിൽക്കുന്നത്, അല്ലാത്തവരെല്ലാം ഫീൽഡ് ഔട്ടായി. നമുക്കതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണയില്ല, അല്ലേ? നമ്മൾ ഊഹിച്ചെടുത്ത് പറയുന്നതല്ലേ, നമുക്ക് അത് ബോധ്യമുണ്ടോ? നേരിട്ട് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റൊരാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വാചകങ്ങൾ, ഡയലോഗുകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അത് ആണിനോടാണെങ്കിലും പെണ്ണിനോടാണെങ്കിലും എല്ലാവർക്കും ഒരു അഭിമാന ബോധമുണ്ട്, അല്ലെ? ഒരു ആത്മാഭിമാനമുണ്ട്. അതിനെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആരും സംസാരിക്കാതിരിക്കുക. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം എന്തൊക്കെ പറയാം, വികസന പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ അവർ കാണിച്ചിട്ടുള്ള അഴിമതികളെ ചോദ്യം ചെയ്യാം, അവരുടെ മകന്റെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ഓക്കെ, അത് പറയാം. അതൊക്കെ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. എന്താണ് സംഭവിച്ചെന്ന് കേരള ജനത മുഴുവൻ കണ്ട കാര്യങ്ങളാണ്. അല്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ, പിന്നെ ചിലർ വിചാരിക്കും ഒരു പെണ്ണായതുകൊണ്ട് ഇതെടുത്തിട്ടാൽ അവളെ മാനസികമായിട്ട് തകർക്കാം, അങ്ങനെ വിചാരിച്ച് മനഃപൂർവ്വം പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്തുകൂടാ. അത് ചെയ്തുകൂടാ എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നതെന്നും അറിയാം. പിന്നെ ഇത്തരം വിഷയങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അത് എത്ര ദിവസം ഓടിക്കാമോ അത്രയും ദിവസം ഓടിക്കാം എന്ന ഒരു ഉദ്ദേശത്തിൽ ആ പുതിയ ഒരു പിടിവള്ളി കിട്ടി, ഇതിൽ പിടിച്ചിനി കുറേ ദിവസം തൂങ്ങാം
എന്നൊക്കെ വിചാരിക്കുന്നതും വലിയ തെറ്റ്. ഈ ഇർഷാദ് ചെയ്തതിനേക്കാൾ തെറ്റാണ് ഈ വിഷയം ഇങ്ങനെ നീട്ടി മാധ്യമങ്ങളിൽ ലൈവായിട്ട് നിർത്തിക്കൊണ്ടു പോകാൻ ഇടതുപക്ഷ നേതാക്കൾ കാണിക്കുന്ന ആ ഒരു ഉത്സാഹം. അപ്പോൾ നേരിട്ട അപമാനത്തിൽ പ്രതിഭയോടൊപ്പം എപ്പോഴും നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിനെ മുതലെടുക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇത്തരം വാചകങ്ങൾ പറഞ്ഞ് നോവിക്കുമ്പോൾ അത് തങ്ങൾക്കും തിരിച്ചു നാളെ കിട്ടിയേക്കും, എനിക്കും ആ ഒരവസ്ഥ നാളെ വന്നേക്കും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി കാലം തന്നതാണ്. അതുകൂടി ഓർമ്മിപ്പിക്കുന്നു.